എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കൂൺ ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ വെക്കുന്ന വീഡിയോയാണ് ഞാനിവിടെ ഇടുന്നത്. അതിനു വേണ്ടി ബട്ടൺ കൂൺ എന്ന കൂണാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള അരിഞ്ഞത്, പിന്നെ തേങ്ങാപ്പാൽ, ഇതെല്ലാം അതിനാവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കരിവേപ്പില ഇട്ട് പിന്നെ അതിന് ശേഷം സവാളയും കൂടെ ഇട്ട് നന്നായി വരട്ടുക. സവാള നന്നായി വറുത്ത് സവാളയിൽ ശകലം ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. എങ്കിൽ സവാള നന്നായി ഒന്ന് വാടി വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്ക് അടച്ച് വയ്ക്കുന്നത്. സവാള നന്നായി വാടിയതിന് ശേഷം അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വയ്ക്കുക ഒരു 5 മിനിറ്റ്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ തക്കാളി അതിലോട്ട് ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് തക്കാളി നന്നായി വഴന്നു വരുന്നതിന് വേണ്ടി പാത്രം അടച്ചു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം കൂൺ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കൂണും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളമൊക്കെ അതിൽ ഊറി വന്നതാണ്. ഇനി അതിന് വേണ്ട മസാലകൾ ചേർക്കാം. മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എരിക്ക് ആവശ്യമായ എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ വയ്ക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ തനിയെ ഊറി വന്നോളും. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കൂൺ നന്നായി വെന്തിട്ടുണ്ട്. വലിയ വേവൊന്നുമില്ല, പെട്ടെന്ന് വേവും. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ചെറുതീയിലൊന്ന് ഒരു 10-15 മിനിറ്റ് വേവിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ്. നമുക്ക് ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.